ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി എൻജിൻ വർക്ക് ആയിട്ട് കയറിയതാണ്. ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചിട്ട് അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വന്ന് നമ്മൾ കയറ്റി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നിലവിൽ ചെയ്തേക്കണം അവർക്ക് പറഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റി ക്രാങ്ക് സെറ്റ് ചെയ്തൊക്കെ നമ്മൾ റെഡി ആക്കിയേക്കണേ. അപ്പോൾ ഞാനത് എനിക്ക് മുമ്പ് സെറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു വീഡിയോസ് ഇട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് ചെയ്യേണ്ട ദിവസം നമുക്കിപ്പോൾ എഞ്ചിൻ്റെ ഈ ഇവിടം തുടങ്ങി അങ്ങോട്ടേക്കുള്ള ഭാഗമാണ് ക്ലിയർ ചെയ്തേക്കണത്. എഞ്ചിൻ ഹെഡ് സിലിണ്ടറിൻ്റെ ഭാഗങ്ങൾ കേട്ടോ മാറ്റിയേക്കണായിട്ടൊന്ന് കാണിച്ചു തരാം. നിലവിൽ സിലിണ്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സിലിണ്ടർ പിസ്റ്റണോ സെറ്റപ്പടിയോ മാറിയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ, അതേപോലെ ബെൽറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടാകും. അതേപോലെ ഈ വേരിയേറ്റർ ബോഡി അതിൻ്റെ ഇവിടെ തേമാനം കണ്ടു. കാരണം കറക്റ്റായിട്ടാണ് ബെൽറ്റ് പിടിക്കാത്തൊരു സിറ്റുവേഷൻ, ഒരു ചെറിയ സ്ലിപ്പിങ് പോലെ കാണിച്ചതുകൊണ്ട് അതുകൂടി മാറ്റിയേക്കണം കേട്ടോ. പിന്നെ നമുക്ക് താക്കോലിൻ്റെ ഈ കീ സെറ്റ് മറ്റേ സീറ്റ് ലോക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കീ സെറ്റപ്പടി നമുക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തേക്കണ വർക്കുകൾ. പിന്നെ അതിനകത്ത് നമുക്ക് നോക്കേണ്ട ദിവസം പറഞ്ഞാൽ ബെൽറ്റും ഈ പറഞ്ഞ രീതിയുടെ ബെൽറ്റ് ഫുള്ള് പൊട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബെൽറ്റ് അത്രയും ഭാഗം റെഡി ആക്കിയിട്ടുണ്ട്. അതായത് ക്ലച്ചിനകത്ത് വന്ന ക്ലച്ച് ഷൂ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്തേന്നുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കാണെങ്കിൽ പോലും ഈ ഗിയറിൻ്റെ ട്രാൻസ്മിഷൻ വേറെയാണ്. അതായത് ഈ സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻജിൻ ഹെഡിൻ്റെ ഭാഗം സിലിണ്ടർ പിസ്റ്റൺ ക്രാങ്ക് തുടങ്ങിയിട്ട് ഒരു സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് ഈ ക്ലച്ചിലേക്ക് വരുമ്പോൾ ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ്. ക്ലച്ചിലാണ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ്. ക്ലച്ച് വേറെ സെക്ഷനാണ്. ഗിയർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ സെക്ഷൻ വേറെയാണ്. അപ്പോൾ നിലവിൽ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എൻജിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഗിയറുമായി ബന്ധപ്പെട്ട യാതൊരു വർക്കും നമ്മൾ ചെയ്തിട്ടില്ല. കാരണം ഞാൻ അത് നിലവിൽ കംപ്ലൈൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. പിന്നെ എന്ന് വെച്ചാൽ ഗിയറിൻ്റെ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ബെയറിങ് സംബന്ധമായിട്ട് പ്ലേയോ അങ്ങനെ വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് എൻജിൻ്റെ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആണെങ്കിലും നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ ചെയ്യേണ്ടി വരാത്തത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എൻജിൻ വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ ബാക്ക് സൈഡ് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ എൻജിൻ വർക്കുമായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ഞാൻ നമുക്ക് ബാക്കി ചെയ്തേക്കുന്ന വർക്കുകൾക്കാണ് നമുക്ക് ഗ്യാരണ്ടി. അതായത് ഇവിടെ നിന്ന് അങ്ങടേക്ക് സിലിണ്ടർ ക്രാങ്ക് പിസ്റ്റൺ തുടങ്ങിയിട്ട് ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളൊരു വാറണ്ടി നമ്മൾ പറയണത്. ക്ലച്ചിനകത്തായാലും ആ പാർട്സ് അല്ല. എൻജിൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ അതാണ് ആ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്ലച്ചിനകത്തായാലും ബെൽറ്റും ആ ഒരു വീലും മാത്രമാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഗിയർ ബോക്സ് ആണെങ്കിൽ നമ്മൾ വേറെ യാതൊന്നും ചെയ്തിട്ടില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട യാതൊരു കംപ്ലയിൻറ്റും ഇപ്പോൾ ഇല്ല. നമ്മൾ എടുത്ത് പറഞ്ഞ ദിവസം ഓൾറെഡി 1 ഇയർ വാറണ്ടി നമ്മൾ പറയണത് കൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമുക്ക് വാറണ്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനകത്ത് കവർ ചെയ്യുന്നതല്ല. അത് പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കാം. കാരണം ഇവിടെ വല്ല ഓയിൽ ലീക്കോ ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് കംപ്ലയിൻറ്റ് വരെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന കംപ്ലയിൻ്റാണ്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മൾ എൻജിൻ വർക്ക് ചെയ്തതാണ് എന്നുള്ളൊരു ഇതിനകത്ത് നമുക്കത് ക്ലെയിം കിട്ടില്ല എന്ന് പറയണം. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് എൻജിൻ ഓയിൽ ചേഞ്ചിൻ്റെ കേസൊക്കെ ഞാൻ ജസ്റ്റ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1000 കിലോമീറ്ററിൽ നമ്മൾ അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ ഓയിലിൻ്റെ സ്ക്രീൻ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. അതേപോലെ തന്നെ എൻജിൻ്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിയുമ്പോൾ കൊണ്ടുവരാൻ പറയണതിൻ്റെ കേസ്. കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഓയിൽ ലീക്കേജ് നമ്മളിപ്പോൾ എൻജിൻ അഴിച്ച് റീസെറ്റ് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ല ഓയിൽ ലീക്കേജോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. വാൽവ് ക്ലിയറൻസൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനുണ്ട്. അതേപോലെ കാർബറേറ്റർ ട്യൂണിങ് സെക്ഷൻ എന്തെങ്കിലും ഇതായിട്ടുണ്ടെങ്കിൽ ട്യൂൺ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ ഇത് റെഡിയാക്കുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മീറ്റർ മെക്കാനിസം ഫുള്ളായിട്ട് ജാമായിട്ടിരിക്കുക. അതായത് വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ മൊത്തം തുരുമ്പിട്ടോണം സ്റ്റക്കായിട്ടിരിക്കുക. അതൊക്കെ നമ്മൾ പുതിയ കേബിൾ ഇട്ടിട്ട് കാര്യം നിൽക്കില്ല, പൊട്ടിപ്പോവുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് സെറ്റപ്പാടിയാണ് വരുള്ളൂ. ഇതെല്ലാം അടക്കമുള്ളൊരു സെറ്റായിട്ടാണ് തന്നെ അത് വരുത്തി ആവശ്യമാണ്. നമ്മൾ ആവശ്യപ്പെട്ടാൽ നമ്മളത് വരുത്തി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫിൽട്ടർ ക്ലീനിങ്ങിന് വന്ന സമയത്ത് നമുക്കത് ചെയ്തു പോകണമായിരിക്കും നല്ലത്. മീറ്റർ റീഡിങ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഞാൻ മീറ്റർ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ആ ഒരു എമൗണ്ട് മുടക്കി മീറ്റർ റെഡി ആക്കാമെന്നുള്ളതാണ്. ഏകദേശം ഒരു 1000 രൂപ 1100 രൂപ കൊണ്ടാണ് അതിൻ്റെ റേറ്റ് തന്നെ. കറക്റ്റല്ല, ഏകദേശം ഒരു ഫിഗർ പറഞ്ഞാൽ 1000 രൂപയിൽ മുകളിൽ നമുക്ക് എന്തെങ്കിലും റേറ്റ് വന്നുണ്ട്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ അത് റെഡിയാക്കി ഇടാന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എല്ലാ മെയിൻ്റനൻസും നമുക്ക് ഈ സ്കൂട്ടറല്ല വെഹിക്കിൾ എല്ലാം വന്നത് കിലോമീറ്റർ ബേസിലാണ് നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസുകൾ വരാം. അപ്പോൾ ഒന്നുപോലെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളത് കിലോമീറ്റർ മീറ്റർ വർക്കിങ് അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുപോലെ നമ്മളത് നേരത്തെ ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ആ സമയത്തിന് ചെയ്ത് കഴിഞ്ഞാൽ വൈകിപ്പോകും. എങ്ങനെ വന്നാലും നമുക്ക് നഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ വൈകി പോകുമ്പോൾ മെയിൻ്റനൻസിലേക്ക് അത് എഫക്റ്റ് ചെയ്യും. നേരത്തെ ആണെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടമാണ്. അപ്പോൾ അത്രയും ഭാഗം അത് ചെയ്തു പോകണം അത്യാവശ്യമാണ്. അതൊക്കെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നെ സർവീസ് സംബന്ധമായിട്ടുള്ള പുതിയ പിസ്റ്റൺ സിലിണ്ടറൊക്കെയാണ്. ഒരു മീഡിയം സ്പീഡൊക്കെ യൂസ് ചെയ്യുക ഫസ്റ്റ്.
ആയിരത്തി 1000 കിലോമീറ്ററൊക്കെ. കാരണം ആ റിംഗ് സ്റ്റോക്ക് ഒന്ന് കറക്റ്റ് സീറ്റിങ്ങിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കേസാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എൻജിൻ വർക്ക് കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കേസല്ല. ഞാനതിൻ്റെ ഈ ഡീറ്റെയിൽസ് കൂടി ഒന്ന് ഇട്ടേക്കാം. അപ്പോൾ സർവീസ് നെക്സ്റ്റ് അതുമായി ബന്ധപ്പെട്ട സർവീസിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഒന്ന് കോൺടാക്ട് ചെയ്തോളും. അതനുസരിച്ചിട്ട് സർവീസ് കൃത്യമായിട്ട് ബുക്ക് ചെയ്തിട്ട് സർവീസ് ചെയ്ത് പോകണതാണ് നല്ലത് കേട്ടോ.